കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു. കണ്ടല ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ഭാസുരാങ്കനാണ് കേസിലെ ഒന്നാം പ്രതി. മകൻ, ഭാര്യ, 2 പെൺമക്കളടക്കം 6 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രമുള്ളത്. കൊച്ചിയിൽ നിന്ന് ബിനിൽ വിവരങ്ങൾ. കരുവന്നൂരിന് പുറമെ വലിയ രാഷ്ട്രീയ വിവാദമുണ്ടാക്കിയ കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. CPI നേതാവായിരുന്ന ഭാസുരാങ്കനും കുടുംബാംഗങ്ങൾക്കുമെതിരെയാണ് ഈ കുറ്റപത്രം. ഭാസുരാങ്കൻ, മകൻ അഖിൽജിത്ത് എന്നിവരെ കൂടാതെ ഭാസുരാങ്കന്റെ ഭാര്യ, 2 പെൺമക്കൾ എന്നിവർ ഈ കേസിൽ പ്രതികളാണ് എന്നതാണ് ഏറ്റവും പ്രത്യേകത. കുറ്റകൃത്യത്തിൽ നിന്ന് 3,22 ലക്ഷത്തോളം രൂപ ഭാസുരാങ്കനും കുടുംബവും നേടിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് കണ്ടല സഹകരണ ബാങ്കിൽ നടന്നതെന്നാണ് എൻഫോഴ്സ്മെന്റിന്റെ പ്രാഥമിക നിഗമനം. ഇതിൽ നിന്നാണ് ഇത്രയധികം രൂപ ഭാസുരാങ്കനും കുടുംബവും സമ്പാദിച്ചിരിക്കുന്നത്. കേസിൽ മൊത്തം 6 പ്രതികളാണുള്ളത്. ശരി.